Hey guys, welcome back to Islam Log. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന LPS ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സംസ്ഥാന സർക്കാർ സ്വാശ്രയ കോളേജിലേക്കും 2024-25 അധ്യയന വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ മറ്റ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നവംബർ 24 മുതൽ നവംബർ 27 വൈകിട്ട് 5 മണി വരെയാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. കോളേജും കോഴ്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്താണ് വയ്ക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കത്തില്ല. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കത്തില്ലെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. പിന്നീട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള നമ്പറും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് കുറേ സംശയമുണ്ട്. അതിനുവേണ്ടി വെബ്സൈറ്റിൽ കയറി 3 ബാർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതാണ്. അതിൽ ട്രയൽ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ എന്ന ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജാണ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ കോളേജാണ്, ഏതൊക്കെ കോഴ്സാണ്, ആ കോഴ്സിന് എത്ര ഫീസാവും, ഈ സെൽഫ് ഫിനാൻസ് കോളേജിനും ഗവൺമെൻറ് കോളേജിനും എത്ര ഫീസാകും എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ രജിസ്റ്റർ ബട്ടൺ നിൽക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന മൊത്തത്തിലുള്ള ഡീറ്റെയിൽസാണ് ആ കോളേജ്, അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ്. ഇതിലും ഓരോ വിദ്യാർത്ഥികൾക്ക് ആ കോളേജിൽ എത്ര സീറ്റ് ഉണ്ട്, എത്ര ഫീസ് ഡീറ്റെയിൽസ് ഉണ്ടെന്നെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് മുൻപ് വിദ്യാർത്ഥികൾ ഈ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഏതൊക്കെ കോഴ്സാണ് ഏതൊക്കെ കോളേജിലുള്ളത്, എത്ര സീറ്റാണുള്ളത്, എത്ര ടോക്കൺ ഫീസ്, എത്രയാണ് ടോട്ടൽ ഫീ വരുന്നതെന്നെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. പിന്നീട് മെയിൻ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റ് അറിയാൻ വേണ്ടി 3 ബാർ സെലക്ട് ചെയ്ത് മെയിൻ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്ന അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റാണ് അറിയണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റാണ് അറിയണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്താൽ ഓരോ വിദ്യാർത്ഥികളും, അതായത് എല്ലാ വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനം കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഓരോ കോളേജിലും ഓരോ കോഴ്സിലേക്ക് അലോട്ട് ചെയ്യുന്നത്. പിന്നെ റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ ഓരോ റിസർവേഷനും ഇത്ര % സീറ്റ് ഉണ്ട്, അതൊക്കെ അനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.